Today we will solve a question from the projection of solids with the fundamental things that we have learned in the previous sessions. So this is a question where we have to deal the modifications of a pentagonal prism whose size is 30 into 60. It's given and it's resting on a corner on HP with axis inclined at 25 degree to DP in the top view. So this is the question that is given for us, right? Before we start, we have to understand the concepts that we have learned and we have to apply that here in this question. So the key aspect of the solution is to identify the starting position. So if we can identify the starting position, then that particular step will fetch you some mark, right? അതിനുശേഷമാണ് first modification, second modification ഒക്കെ നമ്മൾ ചെയ്യേണ്ടത്. So what is the procedure or what is the shortcuts that we have learned to find the starting position? നമ്മൾ കുറച്ച് keywords ഉണ്ടെന്ന് search ചെയ്യുക. So if you look here, you can see that it is resting on HB on one of its corners. So this is a condition where this particular pentagonal prism is resting on the corner. So pentagonal prism corner rest ചെയ്യുവാണെങ്കിൽ HP യിൽ റെസ്റ്റ് ചെയ്യുവാണെങ്കിൽ എങ്ങനെയാണ് സ്റ്റാർട്ടിംഗ് പൊസിഷൻ എന്നുള്ള കാര്യം നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു. സോ അതേ പൊസിഷൻസ് നമ്മൾ എടുക്കുക, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ അങ്ങനെ മാത്രം ചെയ്താൽ മതി. സോ വി ഹാവ് ജസ്റ്റ് ഫോളോ വിതൗട്ട് ഗോയിങ് എനി കൈൻഡ് ഓഫ് 3-dimensional വ്യൂസ്. വി ആർ ജസ്റ്റ് ഫോളോയിങ് ദ പ്രൊസീജിയർ ആൻഡ് ലെറ്റ്സ് സീ ഹൗ വി വിൽ ഗെറ്റ് ദി ആൻസർ. സോ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും വേണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക, പ്യുവർലി യു ഫോളോ ദി പ്രൊസീജിയർ. നൗ ലുക്ക് ഹിയർ. സോ യു ഡ്രോ ദി XY ലൈൻ. ഇതായിരുന്നു നമ്മൾ പഠിച്ച സ്റ്റാർട്ടിംഗ് പൊസിഷൻ അല്ലേ? പെന്റഗൺ റെസ്റ്റിംഗ് ഓൺ എ കോർണർ ഓൺ HP ആണെങ്കിൽ ഇങ്ങനെ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരുന്നത്, റൈറ്റ്? സോ ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? വി ഹാവ് ടു നെയിം ഇറ്റ്. എന്തായിരുന്നു നെയിം? സോ ദ ടോപ്പ് സർഫസ് വിൽ ബി A, B, C, D and finally E. Right below the point A we have P, right below B we have Q, we have R, we have S, we have T, right? And immediately after that we are going to mark the center. So this is the center M, right? Through this point we have the axis passing. ഇതുവഴിയാണ് നമ്മുടെ ആക്സിസ് പാസ് ചെയ്യുന്നത്. ഇനി എന്താണ് ഇതിന്റെ കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂ എടുക്കുക. എന്തായിരിക്കും ഫ്രണ്ട് വ്യൂ? ഫ്രണ്ട് വ്യൂ ഇവിടെ വരുമ്പോൾ എന്തായിരിക്കും? ഇവിടെ A' കാണും, ഇവിടെ B', ഇവിടെ എന്താണ് C'. B' നേരെ ബ്രാക്കറ്റിൽ D', A' നേരെ ബ്രാക്കറ്റിൽ E'. സിമിലർലി ഹിയർ ഇവിടെ എന്തായിരിക്കും? P', Q', R', Qന്റെ നേരെ ബ്രാക്കറ്റിൽ എന്താണ്? S', ഇവിടെ Pയുടെ നേരെ ബ്രാക്കറ്റിൽ T'. ഇതോടൊപ്പം തന്നെ നമുക്ക് എന്തുണ്ടാവും? സ്വാഭാവികമായിട്ടും ഇതിന്റെ ഫസ്റ്റ് മോഡിഫിക്കേഷൻ നമ്മൾ കൊടുക്കണം. ഓക്കെ, സോ ഫസ്റ്റ് മോഡിഫിക്കേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്താണ് കൊടുക്കേണ്ടത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതാണ് among these two modifications which one should be given first? അതിന്റെ ആൻസർ എന്താണ്? നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? We have started with by keeping the position solid in HP. അപ്പോൾ HP ആയിട്ടുള്ള ഇൻക്ലിനേഷൻ വേണം ആദ്യം കൊടുക്കാൻ. അതെന്താണ്? 60 ഡിഗ്രി വിത്ത് HP എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആര്? Who makes 60 degree with HP? Its axis makes 60 degree with HP. അതാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ദാറ്റ് മീൻസ് നമ്മളിവിടെ നോക്കി നമുക്ക് മനസ്സിലാവും നമ്മുടെ ആക്സിസ് ഇപ്പോൾ എത്രയാണ്? 60 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്. പക്ഷെ കൺസ്ട്രക്ഷണൽ പോയിന്റ് ഓഫ് വ്യൂ there is some difficulty here because immediately after drawing a 60, that means നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടി. നമ്മൾ എന്ത് ചെയ്യണം? നേരെ 60 ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 60യിൽ എവിടെ ആക്സിസ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമുക്കറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കോർണർ റെഫറൻസ് ലൈനെ മുട്ടില്ല. ചിലപ്പോൾ വരച്ച് എങ്ങനെയിരിക്കും? ഇങ്ങനെയിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ വരച്ച് എങ്ങനെയിരിക്കും? നമ്മൾ റോങ് പൊസിഷൻ എടുക്കുന്നെങ്കിൽ ഇങ്ങനെയിരിക്കും. സോ ഇത് രണ്ടും എന്താണ്? തെറ്റാണ്. ഇങ്ങനെ വരച്ചില്ല. നമുക്ക് വേണ്ടത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഏതോ ഒരു പർട്ടിക്കുലർ പോയിന്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കോർണർ ഇവിടെ മുട്ടണം അല്ലേ? എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. സോ ഇങ്ങനെ വെച്ചിരിക്കുന്ന പെന്റഗണെ നമ്മൾ റൈറ്റിലേക്ക് ചിരിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇതിനെ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ what happens? It is going to rest on this corner. ഈ പർട്ടിക്കുലർ കോർണർ, ആ കോർണറിന്റെ പേര് എന്തായിരിക്കും? R ആയിരിക്കും. R1, റൈറ്റ്? സോ എങ്ങനെ നമുക്ക് കൺസ്ട്രക്ഷൻ വൈസ് ഹൗ ക്യാൻ വി ഗീവ് ദിസ് ഇൻക്ലിനേഷൻ? അതാണ് ചോദ്യം. ഈ ഇൻക്ലിനേഷൻ എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിന് നമ്മളിവിടെ ജസ്റ്റ് ഒബ്സർവ് ദ ജോമെട്രി, ദെൻ യു വിൽ ഗെറ്റ് ദി ആൻസർ. ജോമെട്രി മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇഫ് യു ഒബ്സർവ് ക്ലോസ്ലി, നിങ്ങൾ നോക്കിയേ ആക്സിസ് ഇവിടെ 60 ഡിഗ്രി ഇൻക്ലൈൻഡ് ആകുമ്പോൾ വാട്ട് ഈസ് ദ ഇൻക്ലിനേഷൻ ഫോർ ദി ഫേസ് ഓർ ദി ബേസ്? It is 30 degree, right? കാരണം ഇത് 90 ഡിഗ്രി ആണ്.
ഒബ്വിയസ്ലി ഇത് 60 ആണെങ്കിൽ എന്തായിരിക്കും 30 ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ എന്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും? ആക്സസ് 30 ഡിഗ്രി 60 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്യുന്ന കേസുകളിൽ ബേസ് ആൻഡ് ഇൻക്ലിനേഷൻ എത്രയായിരിക്കും? 90 മൈനസ് തീറ്റ ആയിരിക്കും. സപ്പോസ് ഇഫ് ദിസ് ആംഗിൾ ഈസ് ദാറ്റ് മീൻസ് ഇഫ് ദിസ് ആംഗിൾ ഈസ് തീറ്റ, ഡെഫിനറ്റ്ലി ദ ബേസ് ആംഗിൾ ഈസ് ഗോയിങ് ടു ബി 90 മൈനസ് തീറ്റ. അപ്പം ഫസ്റ്റ് മോഡിഫിക്കേഷനിൽ ആക്സിസ് ഇൻക്ലിനേഷൻ ഉണ്ടെങ്കിൽ ഡ്രോ ചെയ്യാനുള്ള എളുപ്പം എന്താണ്? If we have axis modification in the first modification, then what we have to do is just minus that angle from 90 degree. Okay, and that will be the inclination of the base. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നേരെ ബേസ് ഇൻക്ലിനേഷൻ എടുത്തിട്ട് ബേസ് അങ്ങ് വരച്ച് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് മോഡിഫിക്കേഷൻ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും? ആക്സിസ് കറസ്പോണ്ടിങ് ഇൻക്ലിനേഷനിലേക്ക് പൊക്കോളും. ഓക്കെ, അതാണ് വരയ്ക്കാൻ. ടു കൺസ്ട്രക്ട് ദിസ് ഓർ റെപ്ലിക്കേറ്റ് ദിസ് ഫിഗർ, the easiest part is that. എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ കേസിലും ഫസ്റ്റ് മോഡിഫിക്കേഷൻ 90 മൈനസ് തീറ്റ എടുക്കണം നല്ല മീനിങ്. ഫസ്റ്റ് മോഡിഫിക്കേഷൻ ആക്സിസ് മോഡിഫിക്കേഷൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യുക? 90 മൈനസ് ആക്സിസ് മോഡിഫിക്കേഷൻ എടുക്കുക, അതായിരിക്കും ബേസ് മോഡിഫിക്കേഷൻ. സോ ദിസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദിസ് ഈസ് ദി ആക്സിസ് മോഡിഫിക്കേഷൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ യു ഷുഡ് ഡു ദി കൺസ്ട്രക്ഷൻ പാർട്ട് ഓഫ് ദിസ് question. Now let's solve the remaining part. So right now we have calculated this 90 degree. 90 minus 60 is equal to 30 degree. So this is the modification of the base that we have given here. Okay, now we have to mark all the points here. It is a1 dash, e1 dash, which is in the bracket. This is b1 dash in the bracket till d1 dash. Here it is c1 dash. Here we have r1 dash in the bracket. We have q1 dash in the bracket s1 dash. We have p1 dash here in the bracket t1 dash here. Now if you go for the projection, we are going to get this point as p1, this point as q1, and this point as r1. Now this point as s1 and this point as t1. Similarly, we'll get this point as a1, this point as b1, and the point as c1, this point as c1, and this point as e1, and we have this point as d1. In the visible hidden edges principle apply. So what is the first principle? All the boundaries are visible. So if we look from the top side, what we can conclude, all the boundaries are visible. Boundary edges. Engane boundary edges we identify cheyunnathu? It's very simple. A to B, B to C, C to D, D to E, E to A. Finally we have P to Q, Q to R, R to S, S to T, T to P. All these are the listed edges. So just started to draw. PT is a edge, that is correct. PQ is also an edge. Now PB is an edge. Sorry, BQ is an edge. BC is an edge. Now the one which we join is CD, that is also an edge. Now DS is also an edge. Now ST is also an edge. So this is the boundary. So നമ്മൾ മേളിൽ നോക്കുമ്പോൾ എന്തായിരിക്കും? ഈ സർഫസ് നമുക്ക് എന്തായാലും കാണാം. ഏതാ? A B C D E എന്ന് പറയുന്ന ബേസ് കാണാം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനെ വിസിബിൾ ആക്കും. സോ AE മാർക്ക് ചെയ്തു, AE മാർക്ക് ചെയ്തു, AB മാർക്ക് ചെയ്തു, റൈറ്റ്? ED മാർക്ക് ചെയ്തു, റൈറ്റ്? ഇത്രയും മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തൊക്കെയാണ് മിച്ചമുള്ളത് നോക്കിയേ? CR എന്ന് പറഞ്ഞ എഡ്ജ് മിച്ചമുണ്ട്, അതുപോലെ തന്നെ ET എന്ന് പറയുന്ന എഡ്ജ് മിച്ചമുണ്ട് അല്ലേ? AP എന്ന് പറയുന്ന എഡ്ജ് മിച്ചമുണ്ട്. ഈ മൂന്നെണ്ണമാണ് വരയ്ക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എന്താ അറിയാം? R എന്ന് പറഞ്ഞാൽ ഹിഡൻ കൗണ്ടാണ്. അവിടെ നിന്നുള്ള എല്ലാ എഡ്ജുകളും എന്തായിരിക്കും? ഹിഡൻ ആയിരിക്കും അല്ലേ? അപ്പോൾ RS നമ്മൾ വരച്ചു. ഓക്കെ, RS ഇത് നമ്മൾ വരച്ചു. ഇനി എന്താണ്? നമ്മളുടെ RQ വരച്ചു, RQ വരച്ചു. ഇനി എന്താണ്? നമ്മളുടെ RC വരച്ചു. സോ ഇതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്തു? ഈ പറയുന്ന ആക്സിസും പ്ലോട്ട് ചെയ്തു. കണ്ടോ? ഇതെന്താണ്? സപ്പോസ് ഈ പോയിന്റിന്റെ പേര് M dash. Let's say this is M dash, this is N dash, N1 dash. അങ്ങനെയാണ് ഇവിടുത്തെ ഈ പോയിന്റ് എന്തായിരിക്കും? N1, and this point is nothing but M1, right? ഇനി എന്താണ് സെക്കൻഡ് മോഡിഫിക്കേഷൻ? സെക്കൻഡ് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ the same axis makes an angle of 60 degree with the 25 degree to VP in the top. Same axis. That means the same M1 N1 axis is going to make the angle of
25 degree with the VP in the top view. So there is a small thing that you have to keep in your mind, small important point that you have to keep in your mind. And then after completing this sketch, what is the conclusion that we can make? That means we will second modification like axis in second modification. But you just observe the axis in the after the first modification, that is M1 N1. So നമ്മൾ M1 N1നെയും M1 dash N1 dash അല്ലെങ്കിൽ എന്താണ് Mn എന്ന് പറയുന്നത് അല്ലെങ്കിൽ M dash N dash എന്ന് പറയുന്ന സാധനം നോട്ട് ഈക്വൽ ടു M1 N1 ആണ്. ശരിയല്ലേ? ഈ M1 N1 ന്റെ ലെങ്ത് എന്ന് പറയുന്ന സാധനം ട്രൂ ലെങ്ത് അല്ല. അതിന്റെ മീനിങ് എന്താണ് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ ആക്സിസ് ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് തന്നെ ടോപ്പ് വ്യൂവിൽ നോക്കുമ്പോൾ വി വിൽ നോട്ട് ഗെറ്റ് ദ ട്രൂ ലെങ്ത്. അപ്പോൾ എന്താണ് ഒരു അപ്പരന്റ് ലെങ്തിനെയാണ് നമ്മൾ മോഡിഫൈ ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് മോഡിഫിക്കേഷൻ നമ്മൾ മോഡിഫൈ ചെയ്യാൻ പോകുന്ന ആർക്കാണ്? അപ്പറന്റ് ലെങ്തിനെയാണ്. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. പക്ഷേ നമ്മൾ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ what we have learned is that we have to draw the angle which is visible to the human eyes. അല്ല ഒബ്സർവർക്ക് വിസിബിൾ ആയിട്ടുള്ളത് വരയ്ക്കണം എന്ന് പറഞ്ഞു. സോ യു ജസ്റ്റ് ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യനിൽ അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താ 25 ഡിഗ്രി വിത്ത് VP ഇൻ ദ ടോപ്പ് വ്യൂ. സോ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആ രണ്ട് വാക്കുകൾക്ക് വളരെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. 25 ഡിഗ്രി ടു VP ഇൻ ടോപ്പ് വ്യൂ. ദാറ്റ് മീൻസ് ടോപ്പ് വ്യൂവിൽ 25 ഡിഗ്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ആക്സിസ് മേക്സ് ആൻ ആംഗിൾ ഓഫ് 25 ഡിഗ്രി വിത്ത് VP എന്ന് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്. ടോപ്പ് വ്യൂവിൽ 25 ഡിഗ്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് എന്ത് വരയ്ക്കാം? ഇതിനെ 25 ഡിഗ്രി എന്ന് എടുത്ത് വെച്ച് വരയ്ക്കാം, നോ ഇഷ്യൂ. പക്ഷേ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയുന്നുണ്ട് അതിനെപ്പറ്റി. ഇറ്റ് ഈസ് എ കോൺസെപ്റ്റ് ഓഫ് ബീറ്റ ആംഗിൾ. ബീറ്റ ആംഗിൾ കണ്ടുപിടിക്കുന്ന കോൺസെപ്റ്റ് ഡിഫറെൻ്റ് ആണ്. അതായത് ഇപ്പോൾ സപ്പോസ് ടോപ്പ് വ്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി we have to find out the beta angle. That will be discussed in the next lecture. Okay, now let's go for the modification. So modification നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആർക്കാണോ ഇൻക്ലിനേഷൻ കൊടുക്കേണ്ടത് അദ്ദേഹത്തെ ആ പാർട്ടിനെ കൊണ്ടിവിടെ വെക്കുക. സോ ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ട എന്താണ്? you just take this M1 N1 and you place it in the inclination line like this, and based upon this M2 N2 you have to do the recreate or sketch all the edges here. എല്ലാ എഡ്ജുകളും എന്ത് ചെയ്യണം? റീക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതിന് നിങ്ങൾക്ക് ബോക്സ് മെത്തേഡ് അല്ലെങ്കിൽ ആർക്ക് മെത്തേഡ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. സോ ദി എഡ്ജസ് വി ഹാവ് ഈസ് A2 here, B2 here, C2 here, D2 here and E2 here. Similarly we have P2 here, Q2 here, R2 here, S2 here and T2 here. നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ മോഡിഫിക്കേഷൻ കൊടുക്കുന്നു. സോ ഇതെന്തായിരിക്കും? P2 dash. നെക്സ്റ്റ് ഇതെന്തായിരിക്കും? This is going to be this was, so that is not P, that was A2 dash. I'm sorry. This is going to be B2 dash. So this is going to be C2 dash, and we have D2 dash here, and similarly we have E2 dash here. Now if we plot from the point T2, this is going to be T2 dash, so that is going to be P2 dash, right? And we have R2 is going to come here. This is R2 dash, and S is going to somewhere here. This is going to be S2 dash. Now we have to do the modification, right? Same thing, same principle. We are going to check A to B, B to C, C to D, D to E, E to A, P to Q, Q to R, R to S, S to T, T to A. All these are the vertical edges, right? Just see, I'm going to plot this. So this point is P to Q2 dash. So P to Q is an edge. So PQ we have completed. Now QR, that is also an edge, that also we have completed. Now you just observe here, we have joining from R to C. R to C, do we have an edge? Yes, that is also an edge. Some C to D, yes, we have an edge. D to E, yes, that's also an edge. E to A, that is also an edge. And A to P, yes, definitely that's an edge, right? ഇനി നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എന്താണ്? ഇതിന്റെ ഫ്രണ്ട് വ്യൂ ഈ പറഞ്ഞ ABCD ഫേസ് വിസിബിൾ ആണ്. സോ A to B വിസിബിൾ ആണ്. സോ A to B വിസിബിൾ ആണ്.
B to C വിസിബിൾ ആണ്, അതെല്ലാം വിസിബിൾ ആണ്. ഇനി നമ്മൾ നോക്കിയാൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ വളരെ അടുത്തല്ല ഈ പറഞ്ഞ QB എന്ന് പറയുന്ന എഡ്ജ് നിൽക്കുന്നത്. ഒബ്സർവ് വ്യൂവർ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇതിനടുത്താണ് ഈ പറയുന്ന QB എന്ന് പറയുന്ന എഡ്ജ് നിൽക്കുന്നത്, റൈറ്റ്? സോ QB എന്തായിരിക്കും? വിസിബിൾ ആയിരിക്കും. സോ അതും വിസിബിൾ ആണ്, റൈറ്റ്? Now the question is about RS, ST, DS, ET, etc. അതെങ്ങനെ നമ്മൾ എഴുതാൻ പോകുന്നത്? യു അപ്ലൈ ദ തേർഡ് റൂൾ. എന്താണ്? ഹിഡൻ കോർണർ എന്നുള്ളതെല്ലാം ഹിഡൻ ആയിരിക്കും. അപ്പോൾ സംശയം എന്താണ്? ഈ T2 എന്ന് പറയുന്ന പോയിന്റ് ഹിഡൻ ആണോ? വി ഹാവ് എ കൺഫ്യൂഷൻ. അവിടെ നമ്മുടെ ഫോർത്ത് റൂൾ അപ്ലൈ. എന്താണ്? ഇഫ് എ ലൈൻ കട്ട്സ് എ വിസിബിൾ ലൈൻ, ഇറ്റ്സ് എ ഹിഡൻ ലൈൻ. നമ്മൾ നോക്കിയേ, T2-ൽ നിന്നും E2-ലേക്ക് വരയ്ക്കുന്ന എഡ്ജ് നോക്കിയാൽ ഓൾറെഡി വിസിബിൾ ആയിട്ടുള്ള ഈ ലൈനിനെ കട്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് എന്താണ്? T2 ഹിഡൻ ആണ്. ഉണ്ടോ? ഈ ലൈൻ ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എന്താണ്? T2-ൽ നിന്ന് ഈ ലൈൻ ഹിഡൻ ആയതുകൊണ്ട് T2 ഹിഡൻ കോർണർ ആണ്. അവിടെ നിന്നുള്ള എല്ലാ എഡ്ജും ഹിഡൻ ആണ്. R എന്നുള്ളതും ഹിഡൻ ആണ്. ഇത് RS ഹിഡൻ ആണ്. SD എന്താണ്? ഹിഡൻ ആണ്. നമുക്ക് കാണാൻ പറ്റും. This is how we have to complete the sketch. So this is the actual front view, this is the actual top view. So in order to get this actual front view and top view, we have started from here and we have ended up here. So if you make any kind of mistake in the starting sketch, definitely that mistake will be here in the final sketch. അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യത്തെ സ്കെച്ച് ശരിയാവാതെ ബാക്കി രണ്ടും ശരിയാവില്ല. So take utmost care when you place the solid in the starting position. Okay, so in the next class I will discuss about we just go through the two questions that we have solved right now, and in the next class I will discuss about the concept of beta angle, which is very much important. Bye.